കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ വെള്ളമില്ലാത്തതിന്റെ പേരിൽ മിക്ക സമയത്തും അടച്ചിടുന്നു. സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾക്ക് പ്രാഥമികാവശ്യങ്ങൾ നിറവേറ്റാൻ മാർഗമില്ലാത്ത അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ഹോട്ടലുകളെയും ആശുപത്രികളെയുമാണ് യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത്. കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് കടുത്ത ദുർഗന്ധം ഉയരുന്നതായും പരാതിയുണ്ട്. ഏറെ നാളായുള്ള പ്രശ്നമായിട്ടും പരിഹാരം കാണാൻ മുനിസിപ്പൽ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കോതമംഗലം ടൗൺ ബസ് സ്റ്റാൻഡിലെത്തുന്ന നൂറുകണക്കിന് യാത്രക്കാരിൽ വലിയൊരു പങ്ക് മണിക്കൂറുകളോളം യാത്ര ചെയ്തവരാകും. അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള സൗകര്യമാണ് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചുള്ള കംഫർട്ട് സ്റ്റേഷൻ ദിവസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. പരാതിയും പ്രതിഷേധങ്ങളും ഒഴിവാക്കാൻ ചില സമയങ്ങളിൽ മാത്രം തുറക്കുകയും ചെയ്യും. വെള്ളമില്ലാത്തതാണ് കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം താളം തെറ്റുന്നതിന് കാരണം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പൈപ്പിൽ കൃത്യമായി വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് നടത്തിപ്പുകാരുടെ വിശദീകരണം. സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാർ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഹോട്ടലുകളെയും ആശുപത്രികളെയും മറ്റും ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകനായ സാബു കുരിശിങ്കൽ പറഞ്ഞു. ആളുകൾ 2.5 മണിക്കൂർ യാത്ര ചെയ്താണ് മൂന്നാറിൽ നിന്നും എറണാകുളത്ത് നിന്നുമൊക്കെ ഇവിടെ ഇടത്താവളമായ ഇത് കോതമംഗലത്തിൻ്റെ ഒരു ഇടത്താവളമാണ്. ഹൈ റേഞ്ചിൻ്റെ ഇടത്താവളമാണ്. ഇവിടെ വന്ന് മൂത്രമൊഴിക്കുന്നതിന് സെറ്റപ്പിന് വരുമ്പോൾ അതിനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇവിടെ ഇല്ല. സ്ത്രീകൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. പലരും പരാതികൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പല സ്ഥലത്തേക്ക് പല കടകൾ അന്വേഷിച്ചും അതുപോലെ തന്നെ ആശുപത്രിയിലേക്കും മറ്റുള്ള സ്ഥലത്ത് പോയാണ് വീടുകൾ പോയാണ് മൂത്രമൊഴിച്ച് പോകുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത്. ദിവസങ്ങളേറെയായി കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം താളം തെറ്റിയിട്ടും മുനിസിപ്പൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായിട്ടില്ല. ഈ കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം എക്കാലത്തും പരാതിക്കിടയാക്കുന്ന വിധത്തിലാണ്. ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പുതിയ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങിയെങ്കിലും പൂർത്തീകരണം വൈകുകയാണ്. പുതിയത് പ്രവർത്തനക്ഷമമായാലും പരാതികൾ ഇല്ലാതാകുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടി വരും. GTV ന്യൂസ്, കോതമംഗലം.